ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഒച്ച എഴീണ പോലെ കേട്ടോ എൻ്റെ പണികളൊക്കെ നടക്കുന്നത്. ഭയങ്കര മടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടി. അവിടെ തന്നെ കിടക്കാൻ തോന്നുകയാണ്. പക്ഷെ ആരപ്പോൾ ഇതൊക്കെ വന്ന് എടുക്കുക. ഞാൻ അലക്കിയിട്ടു കേട്ടോ. വെയിലുണ്ടായപ്പോൾ ചവിട്ടി ഇതൊക്കെ അങ്ങോട്ട് വെയിലത്തിടാമെന്ന് വിചാരിച്ചു അലക്കിങ്ങാണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഫോണിൽ വാട്സപ്പ് ചെക്ക് ചെയ്തപ്പോഴാണ് പൂമോളെ മെസ്സേജ് കണ്ടത്. കാരണം ഞാനും നിൻ്റെ ഡ്രസ്സ് അടിക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഹൈ, അത് കണ്ടപ്പോൾ പിന്നെ 2x ഓട്ടം തുടങ്ങിയില്ലേ. ഞാൻ ഏതായാലും ഒന്ന് കൂട്ടാനിക്ക ചിക്കനാ കൊടുന്നീന് കേട്ടോ. അപ്പോൾ പൂമോള് വന്നിട്ട് ഓളന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞാന്ന് ഞാനൊരു ചോറും വെക്കാമെന്ന് വിചാരിച്ചു. പേരൊക്കെ എന്ത് വേണമെങ്കിലും ഈ ചോറിനെ വിളിക്കട്ടോ. അധികം മസാല ഒന്നും ഇല്ലാത്തൊരു ചോറ്, പുലാവ് എന്നൊക്കെ വേണമെങ്കിൽ പറയട്ടോ. പിന്നെ ചിക്കന് കുറച്ച് ചോറ് കിട്ടും, കുറച്ച് സൈഡായിട്ടൊരു ഗ്രേവി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതും ഇവിടെ റെഡി ആയപ്പോൾ ഇനി കുളിക്കാമെന്ന് വിചാരിച്ചു. കുളിച്ചിട്ട് ഫുഡ് കഴിക്കാമല്ലോ, അതാകുമ്പോൾ ഒരു സുഖമാണല്ലോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനും പൂമോളും അപ്പൂസും ചോറൊക്കെ തിന്നാട്ടോ. ഇന്നും എൻ്റെ പൂമിനെ കിട്ടിയ സന്തോഷത്തിലേ ഓൻ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ പകൽ. അങ്ങനെ ഒരു ഈവനിങ് ആയപ്പോൾ ജുവി സ്കൂളിട്ട് വരുമ്പോഴത്തേന് പൂമോൾക്ക് തിരിച്ചെത്തണം പറഞ്ഞ് അവൾ പോകാനുള്ള പരിപാടിയായിട്ടോ. പറയാൻ മറന്നു, പൂമോൾ എന്തിനാണ് വന്നിക്കണമെന്നോ, ഇവിടെ അടുത്തുള്ള ഷെർബത്താത്ത ഉണ്ട്. ഷെർബത്താത്താൻ്റെ സ്റ്റിച്ചിങ് അടിപൊളിയാണ്. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തിടുന്ന കണ്ടപ്പോൾ ഓളത് കൊടുക്കാൻ വേണ്ടി, ഓളെ ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ എന്താ വിചാരിച്ചിനെ, ഷെർബത്താത്താൻ്റെ അടുത്തേക്ക് ഞങ്ങൾ രണ്ടാളും പോയിങ്ങാണ്ട് അത് കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരണം, പൂമോള് തിരിച്ച് പോകണം എന്നുള്ളതായിന്. ഇവിടെ മേലെ കെറ്റ അപ്പൂസിനെ കൊണ്ടുപോയിട്ടോ. പൂമിൻ്റെ ഒപ്പം പോകാൻ കുറേ കരച്ചിൽ മാറ്റാൻ ചെറിയ അപ്പൂനൊരു വീഡിയോ കോളൊക്കെ ചെയ്ത് ആൾ ഉറങ്ങിയിരിക്കണ്. ഇനി ഞാനും പോയി കിടക്കട്ടെ. അപ്പം ഇനി നാളെ കാണാം.